ഒരു ചീറ്റപ്പുലി ഒരു മാനിനെ വേട്ടയാടുന്ന സമയത്ത് 10 അറ്റംപ്റ്റ് നടത്തുന്ന സമയത്ത് അതില് 7 അറ്റംപ്റ്റിലും ഫെയിലിയർ ആവും, 3 മാത്രമാണ് വിജയിക്കുന്നത്. ഈ 70% ഫെയിലിയർ റേഷ്യോ ഉള്ള ഈ ചീറ്റപ്പുലി 100 കിലോമീറ്റർ 1 ഹവറിൽ ഓടാൻ കപ്പാസിറ്റി മാനിനേക്കാളും കാപ്പബിലിറ്റീസ് ഉണ്ട്, പക്ഷെ ഫെയിലിയർ റേഷ്യോസ് കൂടുതലാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാനിന് അതിനേക്കാളും ശക്തിയുണ്ട്. ലോജിക്കലി നോക്കുവാണെങ്കിൽ ഫെയിലിയർ ആവേണ്ട റേഷ്യോ എന്ന് പറയുന്നത് മാനിലാണ്, പക്ഷെ അത് ചീറ്റപ്പുലിയിലാണ് സംഭവിക്കുന്നത്. അതിന്റെ കാരണം പറയുന്നത് ഇവർ രണ്ടുപേരുടെയും നീഡാണ്. ഒരാൾ ഓടുന്നത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ വേണ്ടിയിട്ടായിരിക്കാം, പക്ഷെ ആ മാൻ ഓടുന്നതിന്റെ ജീവനും കൊണ്ടാണ്. അപ്പൊ ഓപ്ഷൻ ഇല്ലാത്ത ഓടുന്ന ഇന്റൻസീവ് നീടുള്ള ഒരാൾക്ക് പവർ കൂടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓടുന്ന ഓട്ടം, അത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾ ഓടുന്നത് ഇന്റൻസീവായ നീഡോട് കൂടിയാണെങ്കിൽ 100% നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിലുള്ള എത്ര വലിയ ചലഞ്ചസ് ആണെങ്കിലും അതിനെ മറികടക്കാനുള്ള ഒരു പ്രത്യേക കപ്പാസിറ്റി യൂണിവേഴ്സൽ നിങ്ങൾക്ക് തരുമെന്നല്ല, അത് പ്രകൃതി നൽകുന്ന ഒരു കപ്പാസിറ്റിയാണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റഡ് ആവുന്നതാണ്, ദൈവം നൽകുന്ന ഒരു സപ്പോർട്ടാണ്. സോ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ, കോമ്പറ്റീറ്ററെയോ അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളെ ഒന്നും നിങ്ങൾ നോക്കാതെ മുന്നിലേക്ക് മാത്രം നോക്കി നിങ്ങളുടെ നീഡ് ഇന്റൻസീവ് നീഡാണെങ്കിൽ, ബേണിംഗ് ഡിസയർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സക്സസ് റേഷ്യോ കൂടുതലായിരിക്കും എന്നുള്ളതാണ് റിയാലിറ്റി.